ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി പീസി ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും കുറച്ച് പ്രൊഡക്ട്സ് കൊണ്ട് ചെയ്യാവുന്ന വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കേരള പിറവി ട്രഡീഷണൽ മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അപ്പോൾ കാണുന്ന ആൾക്കാർ ഈ കുട്ടി മേക്കപ്പ് ഒന്നുമേ ഇട്ടിട്ടില്ല എന്ന് തോന്നുമെങ്കിലും നമുക്ക് കുറച്ച് സ്റ്റൈലായിട്ടിരിക്കാം. പക്ഷേ അങ്ങനെ എന്താ പറയുക, വളരെ സട്ടിലായിട്ടുള്ളൊരു മേക്കപ്പ് ആട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. എനിക്ക് വലിയ മേക്കപ്പ് ഒന്നും ചെയ്യാൻ അറിയത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ റീസൺ. അപ്പോൾ ഒട്ടും ബ്ലാ 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 പറഞ്ഞ സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് മുടിയൊക്കെ അത്യാവശ്യം ബാക്കിലോട്ടൊക്കെ ഒതുക്കി വെച്ചു. ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്ന കൺസീലറാണ്. അപ്പോൾ എനിക്കിപ്പോൾ അത്യാവശ്യം ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, പക്ഷേ കൺസീലർ വെച്ച് മാത്രം മറയ്ക്കാവുന്ന ഡാർക്ക് സർക്കിൾസേ ഉള്ളൂ എനിക്ക്. മാത്രമല്ല ഞാൻ ഫൗണ്ടേഷൻ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. കൺസീലർ ഉപയോഗിക്കാം. ക്യാമറയെ നോക്കി മേക്കപ്പ് ചെയ്യാൻ ഞാനൊരു എക്സ്പേർട്ട് അല്ല. പിന്നെ എനിക്ക് അത്യാവശ്യം ഈ ഡാർക്ക് സർക്കിൾസ് ഈ ഭാഗത്തുണ്ട്. അതുകൊണ്ട് കണ്ണിൻ്റെ മുകളിൽ ഞാൻ ഇത് ഉപയോഗിക്കുന്നില്ല, കൺസീലർ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഈ കണ്ണിൻ്റെ ഈ ഭാഗത്ത് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇല്ലെങ്കിൽ അത് ഭയങ്കര ആശയായിട്ടിരിക്കും. ഞാൻ ഈ അറ്റത്ത് ഉപയോഗിച്ചു, ഈ അറ്റത്ത് ഉപയോഗിച്ചു, ഇവിടെ ഈ മേൽഭാഗത്ത് ഉപയോഗിച്ചു. പിന്നെ ഇവിടെ ചെറിയ ഡാർക്ക്നെസ് ഉണ്ട്, അവിടെയൊക്കെ ചെറുതായിട്ട് ഡോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ കോൺടോറും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല, കാരണം ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് ഫുൾ ഫേസിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും ഞാൻ ഹൈഡ് ചെയ്യുന്നില്ലല്ലോ. ജസ്റ്റ് ഡാർക്ക്നെസ് ഉള്ളിടത്ത് കൺസീലർ തൂത്തു. ഇത് മെയ്ബലിൻ്റെ ഏജ് റിവൈൻ കൺസീലർ ആട്ടോ. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ക്യാരമലാണ്, 144 ക്യാരമൽ. ഒരു ഡസ്കി സ്കിന്നാണ് എനിക്ക്, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് അടിപൊളി കൺസീലർ ഷെയ്ഡാണ്. നെക്കിലോട്ട് ചെറിയ തോതിൽ ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ സത്യം പറഞ്ഞാൽ ഫൗണ്ടേഷൻ തേച്ചാൽ മതി, പക്ഷേ ഞാനിത് മാത്രമേ എടുത്തുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ കുറേ കാലം ഇവനെ ഉപേക്ഷിച്ച് തിരിച്ചു പോയി സ്പഞ്ചിലേക്കൊക്കെ പോയതാണ്. അതായത് മേക്കപ്പ് സ്പഞ്ചിലേക്ക് പോയിട്ട് ഞാൻ തിരിച്ചു വന്നു. കാരണം ബ്രഷാണ് ബ്ലെൻഡ് ചെയ്യാൻ ഏറ്റവും രസം, ഏറ്റവും ഫ്ലോലെസ് ആയിട്ട്. പ്രത്യേകിച്ച് നാച്ചുറൽ മേക്കപ്പ് ബ്ലെൻഡ് ചെയ്യാൻ സ്പഞ്ചസ് ആണ് ഏറ്റവും നല്ലത്. കുറേ പ്രോഡക്റ്റ്സ് ലെയർ ചെയ്യുമ്പോൾ, അതായത് ഫൗണ്ടേഷൻ ഇടുക, കൺസീലർ ഇടുക, പിന്നെ കോൺടോർ ചെയ്യുക, അങ്ങനത്തെ സാധനത്തിന് ബ്രഷിനേക്കാളും എനിക്ക് സ്പഞ്ചാണ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള ഈസി പീസി ഡെയിലി മേക്കപ്പിനകത്ത് ഇത് സത്യം പറഞ്ഞാൽ കേരള പിറവി മേക്കപ്പ് ലുക്ക് എന്ന് ഞാൻ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ ഇതൊരു ബേസിക് മേക്കപ്പ് ലുക്ക് ആട്ടോ. ഇത് നിങ്ങൾക്ക് ഓണത്തിനും സെറ്റ് സാരി ഉടുക്കുന്ന അല്ലെങ്കിൽ സെറ്റ് മുണ്ട് ഉടുക്കുന്ന ഏതവസരത്തിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു മേക്കപ്പ് ലുക്ക് ആട്ടോ. പ്രത്യേകിച്ച് പണിയൊന്നും വേണ്ട. നിങ്ങളുടെ ഷെയ്ഡിലുള്ളൊരു കൺസീലർ കണ്ടുപിടിക്കുക, ഏതെങ്കിലും ബ്രാൻഡിൻ്റെ, എന്നിട്ട് അത് കണ്ണിൻ്റെ അടിയിലും ബാക്കി ഉള്ളിടത്തും ഇട്ട് നമ്മുടെ ബ്ലിമിഷസും കുത്തും കോമയൊക്കെ ഒന്ന് മായ്ച്ച് വെക്കുക. ഇപ്പോൾ എൻ്റെ ഐബ്രോസ് ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല, നല്ല ഓവർഗ്രോൺ ഐബ്രോസ് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ, അങ്ങനെ ആയിപ്പോയല്ലോ. പക്ഷെ സ്റ്റിൽ ഞാൻ ജസ്റ്റ് അവിടെ ഇവിടേക്ക് ഒന്ന് ഫില്ല് ചെയ്യുമ്പോൾ എനിക്ക് അത്യാവശ്യം തിക്ക് ഐബ്രോസ് ഉണ്ട്. മാത്രമല്ല ഇതിങ്ങനെ ഷേപ്പിലല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര പാടാണ് ഫില്ല് ചെയ്യാൻ. ജസ്റ്റിൽ ഗ്യാപ്പ് ഉള്ളയിടം ഞാൻ ഇങ്ങനെ നോക്കി വരയ്ക്കുകയാണ്. ടിങ് ടിങ് ടിങ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ബാക്കിലുള്ള ബ്രഷ് വെച്ച്, ഇത് ഞാൻ എത്രയോ 45 റുപ്പീസോ 50 റുപ്പീസിനോ ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച ഒരു ഐബ്രോ പെൻസിലാട്ടോ. ഇത് എല്ലായിടത്തും കിട്ടും, ബ്രൗൺ ആണ്. എനിക്ക് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഐബ്രോസ് ആണെന്ന് അവർ കുറേ പറഞ്ഞ് എന്നെക്കൊണ്ട് ബ്ലാക്ക് എടുപ്പിക്കാൻ നോക്കി. പക്ഷേ ഇത്ര ഡാർക്ക് ഐബ്രോസ് ആണെങ്കിലും നല്ല നാച്ചുറൽ ഫിനിഷ് വരണമെങ്കിൽ ബ്രൗൺ ഐബ്രോ പെൻസിലാണ് ഞാൻ ബേസിക്കലി റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ മുന്നത്തെയുള്ള ഓണം മേക്കപ്പ് ലുക്കൊക്കെ കണ്ടാൽ അറിയാം, ഞാൻ പറഞ്ഞിട്ടുമുണ്ട് ട്രഡീഷണൽ മേക്കപ്പ് ലുക്കിന് കാജലാണ് അതിൻ്റെ മെയിൻ സാധനം. അപ്പോൾ ഞാൻ ഓർത്തു ഈ വട്ടം നമുക്ക് കാജലിനെ അങ്ങോട്ട് മാറ്റി നിർത്താൻ. കാജലിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല എന്നാണ് എൻ്റെ തീരുമാനം. ജസ്റ്റ് നമ്മൾ ഒന്ന് മസ്കാര ഇടാം, പിന്നെന്താ കുറച്ച് ഇതിടാം, എന്താ പറയുക ഇതിൻ്റെ പേരിന്, ഐഷാഡോ ഇടാം. ഇതങ്ങനെ ഏതോ ഒരു ബ്രാൻഡ് കേട്ടോ, ഇതിങ്ങനെ ബ്രാൻഡും ഇതൊന്നുമില്ല. അതിൻ്റെ അകത്തെ ഒരു 2 ബ്രൗൺ ഷെയ്ഡ്സ് ഞാനിങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ട് കണ്ണിൻ്റെ മണ്ടേ കൈ വെച്ച് ഞാൻ അപ്ലൈ ചെയ്യാം കേട്ടോ. കാണാൻ പോലും ഇല്ല സത്യം പറഞ്ഞാൽ, പക്ഷെ ചെറിയൊരു തിളക്കം കിട്ടും. നിങ്ങൾക്ക് കാണാവോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ചെറിയൊരു തിളക്കം ഉണ്ട്, സത്യമായിട്ടും ഉണ്ട്. ഈ 2 ഷെയ്ഡ്സ് ആട്ടോ ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നത്. ഇവരെ 2 പേര്
എനിക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്യാൻ ഏറ്റവും ഇഷ്ടം കൈ വെച്ചിട്ട് മാത്രമേ ആ കോർണേഴ്സൊക്കെ നല്ലപോലെ ആവത്തുള്ളൂ. ചെറുതായിട്ട്, അതായത് നമുക്ക് ഐ ഷാഡോ ഇട്ടു എന്നുള്ള ഇത് വേണ്ട, പക്ഷെ ചെറിയൊരു തിളക്കമൊക്കെ വേണമല്ലോ, കാരണം നമ്മുടെ ട്രഡീഷണൽ മേക്കപ്പ് ലുക്കാണല്ലോ. സാരിക്കാണ് നമ്മുടെ മെയിൻ ഫോക്കസ് പോകുന്നത്, പക്ഷെ ഫേസും ഐസൊക്കെ ഒന്ന് വൈബ്രൻ്റ് ആയിട്ടിരിക്കും. മാത്രമല്ല നമ്മൾ കാജൽ ഇവിടെ ഉപയോഗിക്കുന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് കുറച്ചെടുത്തിട്ട് ഇത്ര മതിയാവല്ലേ, രണ്ടോട് ബ്ലെൻഡ് ചെയ്തിട്ട്. കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ബ്രൗൺ കളർ ആയതുകൊണ്ടാണ് അത് അത്ര എടുത്ത് കാണാത്തത്. ആൻഡ് എനിക്കതങ്ങനെ ഇഷ്ടം, ന്യൂഡായിട്ട് ചെറിയൊരു ഗ്ലിറ്ററി ഷെയ്ഡൂടെ വന്നിട്ട്. അപ്പോൾ നമ്മൾ ഇത് ചെയ്തു. എൻ്റെ ഐബ്രോസ് നിങ്ങളിപ്പോൾ നോക്കണ്ട, ഞാൻ ത്രെഡ് ചെയ്യാത്തതാണ് എൻ്റെ പ്രശ്നം. ഐ ഹാവ് ലൈക്ക് റിയലി എന്താ പറയുക, ഓവർഗ്രോൺ ഐബ്രോസ് ആണ്. ഓവർഗ്രോൺ ഐബ്രോസ് ആണ്. ഇച്ചിരൂടെ ഫില്ല് ചെയ്യാവേ. ഓക്കെ, എന്നിട്ട് കുഴപ്പമില്ല. ഇനി മസ്കാര ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പം ഐലാഷ് കളറൊന്നും കാണിക്കുന്നില്ല. പക്ഷെ ലാഷ് ജസ്റ്റ് മസ്കാരയുടെ വാണ്ട് വെച്ച് മാത്രം കളി കേട്ടോ. എത്ര നോക്കിയാലും മസ്കാര ഇടുമ്പോൾ കണ്ണി കുത്തും. അതാണ് എൻ്റെ ഒരു ശാസ്ത്രീയ വശം. ഓക്കെ, മസ്കാര ഇട്ടു. ഇനി അടുത്തൊരു എളുപ്പ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കണ്ണ് എഴുതുന്നില്ലെന്ന് പറഞ്ഞല്ലോ, പക്ഷേ കണ്ണിന് ഒരു ചെറിയൊരു വാലിട്ട് കൊടുക്കാം എന്ന് ഞാൻ ഓർക്കുന്നു. കുഞ്ഞു വാൽ മാത്രമേ ഉള്ളേ, വാലിന് തലയൊന്നുമില്ല. ഓക്കെ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാലൊക്കെ ഇട്ടു. പിന്നെ ഒരു ലിപ്സ്റ്റിക് ഇടാം. ലിപ്സ്റ്റിക്ക് വേണമെന്ന് വെച്ചാൽ ഇട്ടാൽ മതി. ഇത് ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ്. പക്ഷെ ലിപ്സ്റ്റിക് ഇട്ടെന്ന് അറിയാം, അത്ര ന്യൂഡല്ല. ഇട്ടു എന്ന് അറിയത്തില്ലാത്ത പോലത്തെ ന്യൂഡല്ല. ഒരു ഓറഞ്ച് ടിൻ്റ് ഉണ്ടായിനെ, അപ്പം ഞാനത് കുറച്ചിട്ടിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ്. കാരണം ഈ ലിപ്സ്റ്റിക്ക് നല്ല രീതിയിൽ ലാസ്റ്റിംഗ് ആണ്, വേഗം ഡ്രൈ ആയ മാറ്റാണ്, ഒത്തിരി നേരം നിൽക്കും. അതുകൊണ്ട് ഇട്ട ഉടനെ കഴിച്ച് ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഇത് ഡ്രൈ ആയിട്ടില്ല, ഇപ്പോൾ ഡ്രൈ ആവും, വേഗം ഡ്രൈ ആവും. അത് കഴിഞ്ഞിട്ട് എന്ത് ഈ ബ്ലഷില്ല, നാച്ചുറൽ ലുക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലഷ്. അപ്പം ഇതൊരു എൻ്റെ കയ്യിലിരുന്ന ഒരു എന്താ പറയുക ലിപ് ബാമാണ്. ഇത് ടിൻറ്റഡ് ആണ്, SPF ആണെന്നൊക്കെ പറയുന്നത്, പക്ഷേ ഇതിന് ഭയങ്കര കളറാണ് ലിപ്സിലിട്ടാൽ. എനിക്ക് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം വെച്ച് മൂക്കിൻ്റെ ടിപ്പിലും ഇവിടേക്കൊരു കുറച്ച് പിങ്കി ആക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി അപ്ലൈ ചെയ്യുവാണ്. ആരും ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ സിനിമയ്ക്കകത്ത് ബിന്ദു പണിക്കർ പറയുന്ന പോലെ അതെൻ്റെ കവിള് നേരത്തെ തന്നെ ചുമന്നതാണെന്നങ്ങ് പറഞ്ഞാൽ അത് ഓക്കെ. അത്ര പിങ്ക് ഒന്നും വരത്തില്ലെന്നേ, ഒരു ചെറിയ പിങ്ക് ടിൻ്റ് ഉണ്ടാവും, അത്ര ഉണ്ടാവുള്ളൂ. വേറൊരു സാധനം ഞാൻ മറന്നുപോയി, ഞാൻ വേഗം എടുത്തിട്ട് വരാവേ. നമ്മൾ മറന്നുപോയ ആളാണ് ഇവൻ. ട്രഡീഷണൽ മേക്കപ്പിന് പൊട്ട് മസ്റ്റാണ്, എന്നാലേ ആ ഒരു ഐശ്വര്യമൊക്കെ വരത്തുള്ളൂ. ഓക്കെ, നമ്മൾ പൊട്ടു മുടി വെച്ചിട്ടാം. മുടി ഞാൻ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്ട്രെയിറ്റ് ചെയ്യുന്ന വീഡിയോയും പ്രോഡക്റ്റും ഒക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ആ വീഡിയോ ഈ വീഡിയോ നിങ്ങൾ ഇട്ട് കഴിയുമ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ മുടി അഴിച്ചിടാനാണ് തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് റെഡി ആയിട്ട് വേഗം വരാം. അപ്പോൾ നമ്മൾ ബാക്കി ആഭരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഇട്ട് വന്നു. ഞാനൊരു ജുംക്കി ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഗോൾഡൻ ജുംക്കിയാണ് കുറച്ചുകൂടെ മാച്ച് ആയിട്ടുള്ളത്. പക്ഷേ ഗോൾഡൻ ജുംക്കി ഇപ്പം എൻ്റെ ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ സിൽവർ ഇട്ടത്. പിന്നെ ഒരു മാല, സിമ്പിൾ എന്തെങ്കിലും മാല, കാരണം കമ്മലിടുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു വളരെ മിനിമൽ മേക്കപ്പ് ലുക്കാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ കുറച്ച് പച്ച വള ഇട്ടിട്ടുണ്ട്, കാരണം ഞാൻ പച്ച ബ്ലൗസാണ് ഇട്ടേക്കുന്നത്. ഈ ബ്ലൗസ് ഞാൻ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഞാൻ 170 റുപ്പീസിന്
മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ്. സ്ലീവ്സ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. പക്ഷേ എനിക്ക് സ്ലീവ്ലെസ് ആയിട്ട് ഇടാൻ വേണ്ടിയാണ് ഞാൻ വാങ്ങിച്ചത്. അതുകൊണ്ട് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. ഒരു ഇത്ര ലെങ്ത്ത് വരെ കിട്ടുമായിരുന്നു കേട്ടോ സ്ലീവ്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതും ലൈനിങ് ബ്ലൗസാണ്. ഇതിൻ്റെ അകത്ത് ലൈനിങ് ഉണ്ട്. പല സൈസസിൽ അവൈലബിൾ ആണ്. നല്ല ക്യൂട്ട് അടിപൊളിയായിട്ടിരിക്കുന്നൊരു ബ്ലൗസാണ്. അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് കേട്ടോ. അത്യാവശ്യം ലെങ്ത്തും ഉണ്ട്. നിങ്ങൾക്ക് സ്കേർട്ടിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാവുന്നൊരു ബ്ലൗസാണ്. ബാക്കിലാണ് ഹുക്ക് വരുന്നത്. പിന്നെ ബാക്ക് കുറച്ച് ഇറങ്ങിയതാണ്. പിന്നെ ഇപ്പോൾ തയ്പ്പിക്കുന്നതും മിക്കവാറും നമ്മൾ അങ്ങനെയാണല്ലോ തയ്പ്പിക്കാറ്. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ലുക്ക്. വളരെ സിമ്പിളാണ്. പൊട്ട് ഇടയ്ക്ക് എനിക്ക് തോന്നുന്നുണ്ട് കുറച്ച് ഓവറാണോ എന്ന്. വേണമെങ്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞി പൊട്ട് വെക്കാം കേട്ടോ. പക്ഷേ ഐ ലൈക്ക് ഇറ്റ് ടു ബി ദിസ് വേ. അപ്പോൾ ഇതാണ് ഈസി പീസി മേക്കപ്പ് ലുക്ക്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലെയുള്ള എന്തെങ്കിലും വീഡിയോ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.